15ാമത് SKSSF സംസ്ഥാന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി കീഴിൽ നടത്തപ്പെടുന്ന സർഗലയങ്ങൾ 15ാമത്തെ എഡിഷനാണ്. പ്രകാശ തീരം എന്ന പേരിട്ടുകൊണ്ട് തളിപ്പറമ്പിൽ ഈസർ സയ്യിദിൻ്റെ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ മത്സരങ്ങൾ വിവിധ വേദികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 2 ദിവസമായി 2ാമത്തെ ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാപനത്തോട് അടുത്തുകൊണ്ടിരിക്കുക. പല മത്സരാർത്ഥികളും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരുപാട് മത്സരാർത്ഥികൾ മത്സരത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ തന്നെ എല്ലാ ഫെസ്റ്റുകളിൽ നിന്ന് വിഭിന്നമായി അതിന് വ്യത്യസ്തമായി വളരെ ക്വാളിറ്റിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സർഗലയമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട SKSF മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് സിദ്ദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് തങ്ങളെ മേഖല എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് മേഖല ആയിരിക്കും അല്ലേ? ഹാഫിളാണ് സ്ട്രൈറ്റ് പാത്ത് നിന്ന്. ഓക്കെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ്. ആ മത്സരങ്ങളിൽ നിന്ന് സർഗലയത്തിലേക്ക് വരുമ്പം എങ്ങനെ സർഗലയത്തെ വ്യത്യസ്തമാക്കുന്നെങ്കിൽ അത് രണ്ടുള്ളൊരു ഡിഫറൻസ്? സർഗലയം ഡിഫറെൻ്റ് ആക്കണമെന്ന് വെച്ചാൽ, ബാക്കിയുള്ള മത്സരങ്ങൾ പോയാൽ അവിടെ ചിലപ്പോൾ ഖിറാഅത്ത് മത്സരം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മത്സരത്തിന് പോയാൽ ആ ഒരു മത്സരം മാത്രം. സർഗലയത്തിൽ വന്നാൽ ഒരേ സ്ഥലത്ത് പല പല പരിപാടികൾ പല വേദിയിലായിട്ട് നടക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ ഉണ്ടാകും, കാരണം ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനെ നടക്കും. പക്ഷെ അതേമാതിരി ഇങ്ങനെ നമ്മളെ മദ്രസയിൽ ഇസ്ലാമിക് ചുറ്റുപാടത്ത് എന്താണ് ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്നത് വളരെ നമുക്ക് ആവശ്യം കൊള്ളിക്കുന്ന കാര്യമാണ് അല്ലേ? ഇപ്പോൾ ഖിറാഅത്ത് ഇപ്പോൾ അവിടെ അവതരിപ്പിച്ചു സംസ്ഥാന നേരത്തെയും സംസ്ഥാന തലത്തിൽ ഖിറാഅത്ത് മത്സരം പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഇതിന്റെ മുന്നത്തെ പ്രാവശ്യം തൃശ്ശൂർ നടന്ന അതിൽ പ്രൈസ് എടുത്തിട്ടുണ്ട്. അല്ല, അതിൽ എ ഗ്രേഡ് ആയിരുന്നു അല്ലേ? സംസ്ഥാന തലത്തിൽ ഏതായാലും 2 വർഷവും സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. പ്രത്യേകിച്ച് സുഖമില്ലാത്തൊരു സമയത്ത് ഇവിടെ വന്ന് മത്സരിക്കുക എന്നുള്ളത് 2ാമത്തെ ഐറ്റം അല്ലേ? ഈ വർഷം ബാങ്കിലും കൂടി സംസ്ഥാന തലത്തിൽ മത്സരം ഭാഗ്യം കിട്ടി. ഓക്കെ. അപ്പോൾ പിന്നെ നിലവിൽ ഇപ്പോൾ എവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാണക്കാട് സ്ട്രൈറ്റ് പാത്ത്. ഏതാ ഇയർ? ഞാൻ +1. +1. ഓക്കെ. +1 ക്ലാസ്സിൽ. അപ്പോൾ അവിടെയും മത്സരങ്ങൾ സ്ഥിരമായിട്ട് നേരത്തെ ഏത് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് വലിയ പ്രൈസ് കിട്ടിയ മത്സരങ്ങളുണ്ടാ? ഇതിന് അപ്പുറത്തേക്ക് അങ്ങനെ മത്സരിക്കാറുണ്ട് അല്ലേ? അത് വലിയൊരു ഇതാണ്, കാരണം കഴിവുകൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നുള്ളത്. മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു, എങ്ങനെയൊക്കെ നോക്കി കാണുന്നുണ്ട് ഇവിടുത്തെ മത്സര രീതികളൊക്കെ? അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ കണ്ണൂരിന്റെ ഒരു രീതി അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഫുൾ നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയ മാതിരി ഫീലായി. വൈബുണ്ടാ? അതെ, ആ ഒരു മത്സരത്തിന്റെ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലം സർഗലയത്തിൽ നിന്നൊക്കെ വിഭിന്നമാണ് ഇപ്പോൾ അല്ലേ ഇവിടെ മത്സരങ്ങളുടെ രീതികൾ. പിന്നെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ CBSE കലോത്സവങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു മാറ്റങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ ഇപ്പോൾ ഖിറാഅത്ത് മതി. പക്ഷേ അതിന് വേറൊന്നും കൂടി ഉണ്ട്. തങ്ങൾ നമ്മുടെ കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന ഓൺലൈൻ മദ്രസയിൽ അല്ലേ? ഓൺലൈൻ മദ്രസ സംവിധാനത്തിൽ രാവിലത്തെ ഖിറാഅത്ത് പാരായണം തങ്ങളുടെ ഖിറാഅത്തായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തങ്ങളുടെ ഖിറാഅത്ത് കേൾക്കാനൊരു ആഗ്രഹം ഉണ്ടാവും. ഒരു 2 ആയത്തോ ഒരു 3 ആയത്തോ നോദിയാൽ വലിയ ഒന്നാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മാഷാ അല്ലാഹ്, ഉഷാറായി ഓതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു പാണക്കാട് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളെ അതേ ഏജുള്ള പലരും ഉണ്ടാകും. പക്ഷെ മത്സരത്തിൽ കൂടുതലും കാണുന്നത് തങ്ങളുടെ മുഖമാണ്. എനിക്ക് തോന്നുന്നത് കലയോട് പ്രത്യേക ഒരു വാസനയുണ്ട്. എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുണ്ട്, യൂട്യൂബിലൊക്കെ പലരും കാണാറുണ്ട് തങ്ങളുടെ നശീതകൾ, അല്ലെ അറബി നശീതകൾ നല്ല പാടുന്ന ഒരാളാണ് അല്ലേ, കാണാറുണ്ട്. നമ്മൾ തന്നെ നേരത്തെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൂത്താപ്പയോടൊപ്പം പാടിയ പാട്ട് ഹദിയ സെൻ്ററിൽ വെച്ച് നമ്മളൊരു പ്രോഗ്രാം പണ്ട് സെറ്റ് ചെയ്ത് അല്ലേ ഒന്ന് പാടിയിട്ടുണ്ട്. അതേപോലെ അപ്പോൾ നശീതകളോട് നല്ല താല്പര്യം, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് കൂടെ ഒന്ന് പല യൂട്യൂബ് ചാനലിലും നല്ല മദ്ഹൊക്കെ പാടിയിട്ടുണ്ട്. നല്ല പ്രഗത്ഭരായ ഗായകരോടൊപ്പമൊക്കെ പിന്നണി നിന്നിട്ടാണെങ്കിലും പാടാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു പാണക്കാട് തന്നെ പ്രത്യേകിച്ച് തങ്ങളാണ് ആ മേഖലയ്ക്ക് കൂടുതൽ അടുത്ത്. എല്ലാവരും സംഗീതം ആസ്വദിക്കുന്നവരായിരിക്കും. മുഹമ്മദ് ഷാബ്ദം കൂടെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം നല്ല സംഗീത ആസ്വാദകനാണ്. പക്ഷെ പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, അത് തങ്ങളിലൂടെ കാണുന്നുണ്ട്, എങ്കിൽ സിധുവിനെ കാണുന്നുണ്ട്. ഇപ്പം ഇവരുടെ പ്രേക്ഷകർക്ക് വേണ്ടി നശീദയോ ഒരു മധുഹിൻ്റെ ഒരു ശകലം ഒന്ന് പാടിയാൽ, അല്ല പല്ലവിക്ക് പാടിയാൽ വലിയ സന്തോഷം. നമുക്ക് അവസാനിപ്പിക്കാം. നശീദ പാടി. ആ തങ്ങൾ ഫേവറേറ്റ് നശീദ എന്ന് തോന്നുന്നു അല്ലേ. മിഷാരി റാഷിദ് അൽ ഫാസിന്റെ ഓക്കെ ഓക്കെ മുസ്തഫ മുസ്തഫ. അത് സ്ഥിരമായിട്ട് ഞാൻ പാടുന്നതാണ്. ഓക്കെ. مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفا حنى قلبي له فاض شوقا إليه ليس أرجو سوى شربة من يديه الصلاة عليه والسلام عليه للسماء ارتقى فأتى بالنقى وغدا وجهه نيرا مشرقا كان من عفوه حين حان اللقاء قال فلتذهبوا وانتم طلقا. മാഷാ അല്ലാഹ്, അതിമനോഹരം. മാഷാ അല്ലാഹ്. ഏതായാലും സർഗലയത്തിന് പാണക്കാട് നിന്ന് കണ്ണൂരിലെത്തി. വളരെ ഉഷാറായിട്ടുണ്ടല്ലേ, യാത്രയൊക്കെ ഭംഗിയായിട്ടുണ്ടാവും. ആ യാത്രയുടെ നല്ല ഉഷാറായിരുന്നെങ്കിൽ നല്ല ജേണി ആയിരിക്കും അല്ലേ. അതേപോലെ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയും മനോഹരമാവട്ടെ. ഈ സമയം നമുക്ക് വേണ്ടി സംഗമിച്ചതിന് എല്ലാവിധ കൃതജ്ഞതയും. അസ്സലാമു അലൈക്കും.